Hi dears, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ബികോം FIUയുടെ ഭാഗമായിട്ട് വരുന്ന കോർപ്പറേഷൻ്റെ സ്പെഷ്യലൈസിംഗ് പേപ്പറായിട്ടുള്ള കോഓപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബികോം കോർപ്പറേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പേപ്പറാണ് കോഓപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ്. ബികോം പഠിക്കുന്ന, അതായത് ബികോം കോർപ്പറേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 4 പേപ്പറാണ് കോർപ്പറേഷൻ്റെ പഠിക്കാനുള്ളത്. അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പേപ്പറാണിത്, കോഓപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഈ ഒരു പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഒറിജിൻ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദി വേൾഡ് ആണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഉള്ള കോർപ്പറേഷൻ്റെ മീനിങ്, അതുപോലെ തന്നെ ഡെഫിനിഷന്, അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ്. ഇത്രയും ടോപ്പിക്കാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ഇത്രയും ഏരിയ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോർപ്പറേഷൻ്റെ ഏതൊരു പേപ്പർ പഠിക്കുമ്പോഴും കോർപ്പറേഷൻ്റെ ഈ ബേസിക് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾ കോർപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിലും, അല്ലെങ്കിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട PSC ആണെങ്കിലും, ബാങ്ക് എക്സാം ആണെങ്കിലൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലൂടെ കോർപ്പറേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കോർപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോഓപ്പററി. കോഓപ്പററി എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് നിന്നാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോർപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കോഓപ്പററി. അതിൽ കോ മീൻസ് വിത്ത് എന്നാണ് അർത്ഥം. ഓപ്പററി മീൻസ് ടു വർക്ക് എന്നാണ് അർത്ഥം. ഹെൻസ് കോർപ്പറേഷൻ മീൻസ് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഒരു കോമൺ ലക്ഷ്യം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് കോർപ്പറേഷൻ. നമ്മൾ മലയാളത്തിൽ പറയുന്നത് സഹകരണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കോർപ്പറേഷൻ്റെ മീനിങ് ആണ്. കോർപ്പറേഷൻ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള കോഓപ്പററി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അതിൽ കോ മീൻസ് വിത്ത് എന്നും ഓപ്പററി മീൻസ് ടു വർക്ക് എന്നുമാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് വർക്കിംഗ് ടുഗദർ വിത്ത് അതേഴ്സ് ഫോർ എ കോമൺ പർപ്പസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ കോർപ്പറേഷൻ്റെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കോട്ടിങ്സ് ആണ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്ത് നിങ്ങൾക്ക് എക്സാമിന് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്നത് ദ ബേസിക് ഐഡിയ ബിഹൈൻഡ് കോർപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ്, ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. അപ്പോൾ ഇത്തരം കോട്ടിങ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കോർപ്പറേഷൻ്റെ ഐഡിയകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, മറ്റൊന്ന് മ്യൂച്വൽ എയ്ഡ്, ദെൻ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഇനി നമുക്ക് കോർപ്പറേഷൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഈ ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത് ICA എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്നാണ്. ICAന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. വേൾഡിലെ കോർപ്പറേഷനെ നിയന്ത്രിക്കുന്ന സംഘടനയാണെന്ത്? ഒരു കൂട്ടായ്മയാണെന്ത്? ICA. അപ്പോൾ ICA നൽകിയുള്ള ഡെഫിനിഷൻ നോക്കാം. A cooperative is an autonomous association of persons united voluntarily to meet their common economic, social, and cultural needs and aspiration through a jointly owned and democratically controlled enterprise. ICAയുടെ ഒപ്പീനിയൻ പ്രകാരം കോർപ്പറേഷൻ പറയുന്നതാണ് ഒരു ഓട്ടോണമസ് അസോസിയേഷൻ, അതായത് സ്വയം ഭരണമുള്ള ഒരു സ്ഥാപനമാണിത് കോർപ്പറേഷൻ. അതുപോലെ തന്നെ അത് ഫോം ചെയ്തിട്ടുള്ളത് ഒരാളുടെയും നിർബന്ധ പ്രകാരമല്ല. എന്താണ്? വളണ്ടറിലി ആണ്. എന്തിനു വേണ്ടിയാണ്? ടു മീറ്റ് ദെയർ കോമൺ, നമ്മുടെ കോമൺ ആയിട്ടുള്ള എക്കണോമിക്, സോഷ്യൽ,
ആൻഡ് കൾച്ചറൽ നീഡ്സ് എക്സ്പ്രഷൻ ത്രൂ എ ജോയിന്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എന്റർപ്രൈസ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്വമേധയായിട്ട് രൂപം കൊണ്ട ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ട്, ഓട്ടോണമസ് അധികാരമുണ്ട്, അതുപോലെ തന്നെ വളണ്ടറി ആയിട്ടാണ് അവർ രൂപീകരിച്ചിട്ടുള്ളത് അല്ലെ. കോമൺ ആയിട്ടുള്ള എക്കണോമിക്കും സോഷ്യലും കൾച്ചറും നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഏത് രീതിയിലാണ്? ജനാധിപത്യ രീതിയിലാണ്. അപ്പോൾ ICയുടെ ഡെഫിനിഷനെ കൃത്യമായിട്ട് പഠിക്കാം. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ സ്വഭാവം എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ആൻ അസോസിയേഷൻ പേഴ്സൺ ആണ്. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി എന്താണ്? ഇൻഡിവിജ്വൽസിന്റെ അസോസിയേഷൻ ആണ് അല്ലെ. ഒരേ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന കുറെ ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നിട്ടാണ് നിന്ന് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു 25 ആൾക്കാർ കൂടി ചേർന്നിട്ട് ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അത്തരം സൊസൈറ്റി കേരള കോർപ്പറേറ്റ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് പ്രവർത്തിക്കാം? ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് പ്രവർത്തിക്കാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കോർപ്പറേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണ്. സെക്കൻഡ് പോയിന്റ്, ആൻ എന്റർപ്രൈസ് ഓർ അണ്ടർടേക്കിംഗ്. കോർപ്പറേറ്റ് സൊസൈറ്റി എന്നത് ഒരു ബിസിനസ് സ്ഥാപനം പോലെയാണ്. നമ്മൾ പല വിധത്തിലുള്ള ബിസിനസ് സ്ഥാപനം കണ്ടിട്ടായിരിക്കും അല്ലെ. ഏകാംഗ വ്യാപാരം, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നിങ്ങനെ പോലെ ഒരു ബിസിനസ് സ്ഥാപനമാണെന്ത് കോർപ്പറേറ്റ് സൊസൈറ്റി. നമുക്ക് പല കോർപ്പറേറ്റീവ് ബിസിനസ് പറയാം. ഇപ്പം മിൽമ ആയാലും അതുപോലെ തന്നെ ഈ കയർ സൊസൈറ്റി ആണെങ്കിലും ഇതൊക്കെ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനമാണ്. അപ്പോൾ രണ്ടാമത്തെ ഫീച്ചേഴ്സ് പറഞ്ഞത് ആൻ എന്റർപ്രൈസ് ആണ്. തേർഡ്, വളണ്ടറി അസോസിയേഷൻ. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി രൂപീകരിക്കുന്നത് സ്വമേധയായിട്ടാണ്. വളണ്ടറിന്റെ മീനിങ് എന്താണ്? സ്വമേധയായിട്ട്. കോർപ്പറേറ്റ് സൊസൈറ്റി ഈസ് വളണ്ടറിലി അസോസിയേഷൻ പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ്. അതായത് ഒരാള് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ആരുടെയും നിർബന്ധ പ്രകാരമല്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു സൊസൈറ്റിയിൽ പോയിട്ട് ജോയിൻ ചെയ്യാണ്. ഇന്ന കോർപ്പറേറ്റ് സൊസൈറ്റിന്റെ ഭാഗമാവാൻ ഞാൻ എന്ത് ചെയ്യാണ്? ആഗ്രഹിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാം? ആ സൊസൈറ്റിയുടെ ഭാഗമാവി തീരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരാളുടെയും നിർബന്ധ പ്രകാരമല്ല, എന്താണ്? സ്വമേധയായിട്ടാണ് ഒരാള് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സർവീസ് ഒബ്ജക്റ്റീവ്സ്. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്താണ്? സർവീസ് ആണ്, റാദർ ദാൻ പ്രോഫിറ്റ്. ഇവരൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ പോലും ഇവരുടെ മേജർ ലക്ഷ്യം അല്ലെ, എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് സേവനമാണ്. ആ സേവനത്തിലൂടെ എന്ത് നേടുക എന്നാണ്? പ്രോഫിറ്റ് നേടുക എന്നതാണ് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ 4 പോയിന്റാണ് പറഞ്ഞത്. ആൻ അസോസിയേറ്റ് പേഴ്സൺ, എന്റർപ്രൈസ്, വളണ്ടറി അസോസിയേഷന്, സർവീസ് ഒബ്ജക്റ്റീവ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ദ കോർപ്പറേറ്റ് സൊസൈറ്റി ഈസ് മാനേജ്ഡ് ബൈ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് മെമ്പേഴ്സ്. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പേഴ്സ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വൺ മാൻ വൺ വോട്ട്. കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് എന്ന രീതിയിലാണ്. നമുക്കറിയാം ജനാധിപത്യത്തിൽ എങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് ഒരു വോട്ടാണ്. അതുപോലെയാണ് എന്ത് കോർപ്പറേറ്റ് സൊസൈറ്റി. അല്ലാതെ എന്തല്ല, കമ്പനിയെ പോലെ ഒരു ഷെയറിന് ഒരു വോട്ടല്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, കോർപ്പറേറ്റ് സൊസൈറ്റി ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ് പറയാൻ കാരണം. അതായത് ജനാധിപത്യ രീതിയിൽ വോട്ട് നടക്കും. ആ ഓരോ മെമ്പേഴ്സും ചെയ്യും, വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നത്. ദെൻ സിക്സ്ത് പോയിന്റ് ഈക്വിറ്റിയാണ്. ഈക്വിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത് നോ ഡിസ്ക്രിമിനേഷൻ എന്നാണ്. അതായത് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് തമ്മിൽ റിലീജിയന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ
പൊളിറ്റിക്കൽ ഐഡിയോളജിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റു ഏതൊരു കാര്യത്തിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതായത് എല്ലാവരും എന്തായിരിക്കണം, എല്ലാ മെമ്പേഴ്സും എന്തായിരിക്കണം, ഈക്വിറ്റി, നോ ഡിസ്ക്രിമിനേഷൻ ആയിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് ആണ് നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് അർത്ഥമാക്കുന്നത് നീതി നടപ്പാക്കണം. ദർ ഈസ് നോ ക്ലാസ് ഡിവിഷൻ എമംഗ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ് ഇൻ കോർപ്പറേഷൻ. അതായത് മുതലാളി തൊഴിലാളി എന്ന രീതി അവിടെ ഇല്ല, കോർപ്പറേഷനില്ല. എല്ലാവർക്കും എന്ത് നൽകണം, സോഷ്യൽ ജസ്റ്റിസ് നൽകണം. ദെൻ സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ്. കോർപ്പറേറ്റ് സൊസൈറ്റി ഒരു രാജ്യത്തെ ഒരു സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് ആണ്. അതായത് ഒരു രാജ്യത്തിന്റെ സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എക്കണോമിക് പരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന ഒന്നാണെന്ത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് പോയിന്റ് പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. കോപ്പറേറ്റ് സൊസൈറ്റി ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള. നെക്സ്റ്റ് പോയിന്റ് പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. കോപ്പറേറ്റ് സൊസൈറ്റി ബേസ്ഡ് ഓൺ പ്രൊപ്പോർഷണാലിറ്റി ഓർ ഈക്വാലിറ്റി. ഒരു കോപ്പറേറ്റ് സൊസൈറ്റി എന്താണ്, തുല്യത അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുക. അതായത് ഒരു കോപ്പറേറ്റ് സൊസൈറ്റിന്റെ സർപ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എങ്ങനെയല്ല, ഷെയറിന്റെ ബേസിലല്ല, അല്ലേ? അവിടെ എന്ത് നോക്കും, പ്രൊപ്പോർഷണാലിറ്റി നോക്കും. ഓരോ മെമ്പേഴ്സിനും തുല്യമായ രീതിയിലാണ് എന്ത് കൊടുക്കുക, ലാഭവിഹിതം കൊടുക്കുക. അപ്പോൾ ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയിൽ ലാഭവിഹിതം, സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, ഒന്നില്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ദെൻ 10th കാറ്റഗറിക്സ് ആണ് യൂണിവേഴ്സൽ മൂവ്മെന്റ്. കോപ്പറേറ്റ് സൊസൈറ്റി ഇസ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ് ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ്. കോപ്പറേറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. നമുക്ക് ലോകത്തെ ഏത് രാജ്യങ്ങളിലും എന്ത് കാണാം, കോപ്പറേഷൻ കാണാം, അല്ലേ? സഹകരണം. ഇപ്പോൾ രണ്ടാൾക്കാർക്ക് അല്ലെങ്കിൽ മൂന്നാൾക്കാർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു സംഘടന രൂപീകരിക്കും. അവിടെ എന്ത് ചെയ്യും, അവർ ഒരുമിച്ച് നിന്നിട്ട് പ്രവർത്തിക്കും. അതാണ് എന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ 10 ഫീച്ചേഴ്സാണ് പറഞ്ഞത്. 1 അസോസിയേഷൻ പേഴ്സൺ, 2 ആൻ എന്റർപ്രൈസ്, അല്ലെ ഒരു ബിസിനസ് സ്ഥാപനമാണ്. 3 വളണ്ടറി അസോസിയേഷൻ, സ്വമേധയായിട്ട് രൂപം കൊണ്ടാണ്, എന്തല്ല ഒരാളുടെയും നിർബന്ധപ്രകാരം അല്ല. 4 സർവീസ് ഒബ്ജക്റ്റീവ്. ഒരു കോപ്പറേറ്റ് സൊസൈറ്റിന്റെ മേജർ എയിം എന്താണ്, സർവീസ് ആണ്, എന്തല്ല പ്രോഫിറ്റ് അല്ല. ദെൻ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. കോപ്പറേറ്റ് സൊസൈറ്റി മാനേജ് ചെയ്യുന്നതാണ് ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ദെൻ ഇക്വിറ്റി. യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും അവിടെ ഉണ്ടാകാൻ പറ്റില്ല, ഒരു കോപ്പറേറ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് നോംസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, അല്ലെ അപ്പർ ക്ലാസ്സോ ലോവർ ക്ലാസ്സോ കോപ്പറേറ്റ് സൊസൈറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല. ദെൻ സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ പ്രൊപ്പോർഷണാലിറ്റിയോ ഈക്വാലിറ്റിന്റെ ബേസിലാണ് സർപ്ലസ് തീരുമാനിക്കുക. ദെൻ ഫൈനൽ പോയിന്റ് യൂണിവേഴ്സൽ മൂവ്മെന്റ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. 5 മാർക്കിനൊക്കെ എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേഷൻ. ജസ്റ്റ് ഓരോ പോയിന്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് വരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ. ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് മിഡിൽ മാനെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. അതായത് ഇടനിലക്കാരനെ ഒഴിവാക്കുക. സെക്കൻഡ് ആണ് റൈസിങ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് പുവർ, അല്ലെ ഒരു പാവപ്പെട്ടവന്റെ എക്കണോമിക് സ്റ്റാറ്റസ് ഉയർത്തുക എന്നതും കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ദെൻ തേർഡ് പോയിന്റ് റിമൂവൽ ഓഫ് ദി എവിൾസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന്റെ മുതലാളിത്ത വ്യവസ്ഥയുടെ എവിൾസ് പോരായ്മകൾ ഇല്ലായ്മ ചെയ്യുക, അതായത് മുതലാളിത്തം ഇല്ലായ്മ ചെയ്യുക. ദെൻ ഫോർത്ത് പോയിന്റ് റൈസിങ് മോറൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിന്റെ മോറൽ സ്റ്റാൻഡേർഡ് ധാർമ്മികത ഉയർത്തുക. ദെൻ ഇൻക്രീസ്
പ്രോസ്പെരിറ്റി ഓഫ് ദി ഹോൾ കമ്മ്യൂണിറ്റി. സമൂഹത്തിൻ്റെ ഉയർച്ച ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നതും കോർപ്പറേറ്റ് സൊസൈറ്റിൻ്റെ എന്താണ് ഒരു ലക്ഷ്യമാണ്. ദെൻ അബോളിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്. സൊസൈറ്റിയിലുള്ള ഇനീക്വാലിറ്റി, തുല്യത ഇല്ലായ്മ എന്ത് ചെയ്യുക, അബോളിഷ് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. ദെൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. പൊളിറ്റിക്സിനോ റിലീജിയസിനോ വലിയൊരു പ്രാധാന്യം നൽകുക, തുല്യമായിട്ട് കാണാം. ന്യൂട്രൽ, പൊളിറ്റിക്സും റിലീജിയൻ എന്തായി കാണാം, ഒരു ന്യൂട്രൽ ആയിട്ട് കാണാം. ദെൻ ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. ഒരു കോർപ്പറേറ്റ് ലൈഫ്, സംരംഭ രീതിയിലുള്ള ഒരു ലൈഫ് കെട്ടിപ്പടുക്കുക എന്നതും കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞ ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സ്പ്ലനേഷൻ ഒന്നും ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വലിയ ചോദ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേഷൻ. കോർപ്പറേഷന്റെ ബെനിഫിറ്റ്സ് ഡിസ്കസ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്ന് വരുന്നത് എക്കണോമിക് ബെനിഫിറ്റ്, സാമ്പത്തികപരമായിട്ടുള്ള എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. ദെൻ സെക്കൻഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്. തേർഡ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്. ഓരോ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. ഫസ്റ്റ് എക്കണോമിക് ബെനിഫിറ്റ്. ഇപ്പൊ ഏതൊക്കെയാണ് കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് എ മോർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. വെൽത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റബിൾ ആയിട്ട് തുല്യമായിട്ട് വീതിക്കാൻ കോർപ്പറേറ്റ് സൊസൈറ്റി സഹായിക്കും. അപ്പോൾ കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് ആണെന്ത്, ഇക്വിറ്റബിൾ ആയിട്ട് വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കോർപ്പറേറ്റ് സൊസൈറ്റി സഹായിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് ഇൻക്രീസിങ് പർച്ചേസിംഗ് പവർ ആൻഡ് റിയൽ വേജ് ഓഫ് ഇൻഡിവിജ്വൽ. അല്ലെ, നമ്മുടെ പർച്ചേസിംഗ് പവർ കൂടും, അതോടൊപ്പം തന്നെ എന്തും കൂടും, റിയൽ വേജും കൂടും. ദെൻ തേർഡ് പോയിന്റ് ക്രിയേറ്റ് പ്രോഫിറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സർവീസ്. നമുക്ക് പ്രോഫിറ്റ് നേടാൻ സഹായിക്കും എന്തിലൂടെ, സേവനത്തിലൂടെ. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി ഒരു ഇൻഡിവിജ്വലിന് നൽകുന്ന ഒരു എക്കണോമിക് ബെനിഫിറ്റ് ആണെന്ത്, പ്രോഫിറ്റ് നേടാൻ കഴിയും എന്തിലൂടെ, സർവീസിലൂടെ. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അല്ലെ, കോസ്റ്റ് കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, എംപ്ലോയീസ് ഒന്നും പിരിഞ്ഞു പോവില്ല, ആ സ്ഥാപനത്തിൽ നിൽക്കും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇംപ്രൂവ്മെന്റ് ഇൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ്. അല്ലെ, മുതലാളി തൊഴിലാളി തമ്മിലുള്ള ബന്ധം കൂട്ടും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 3 രീതിയിലാണ് കോർപ്പറേഷന്റെ ബെനിഫിറ്റ് പറയുന്നത്. ഒന്ന് എക്കണോമിക് ബെനിഫിറ്റ്, അല്ലെ, 2 സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്, 3 എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്. അത് നമ്മൾ എക്കണോമിക് ബെനിഫിറ്റ് കൃത്യമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് നോക്കാം. അപ്പോൾ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്സിന്, അതായത് ഗവൺമെന്റിന് എന്തെല്ലാം പ്രാധാന്യമുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കണം, പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ല, ഗവൺമെന്റ് ആണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ഇൻ ഡെമോക്രസി. അല്ലെ, നമുക്ക് എന്ത് ചെയ്യും, ഒരു ജനാധിപത്യ എഡ്യൂക്കേഷൻ നൽകാൻ കോർപ്പറേറ്റ് സൊസൈറ്റി സാധിക്കും. ജനാധിപത്യ രീതിയിലുള്ള എഡ്യൂക്കേഷൻ നൽകാൻ സാധിക്കും. സെക്കൻഡ് ആണ് ടു ട്രെയിൻ ഫോർ പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവർ ട്രെയിൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ടു പ്രിവെന്റ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റും തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ അണ്ടർ എംപ്ലോയ്മെന്റും കുറക്കാൻ എന്ത് സഹായിക്കും, കോർപ്പറേറ്റ് സൊസൈറ്റി സഹായിക്കും. അതുപോലെ തന്നെ ടു പ്രിവെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ. മനുഷ്യനെയും മെറ്റീരിയലും, അതായത് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് മലകള്, അത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോയിറ്റേഷന് തടയുന്ന ഒന്നാണെന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബെനിഫിറ്റാണ് പറഞ്ഞത്. അത് 2 ബെനിഫിറ്റ് പറഞ്ഞു, എക്കണോമിക് ബെനിഫിറ്റും സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റും. ഇനി എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്. എഡ്യൂക്കേഷൻ ബെനിഫിറ്റിൽ ഏറ്റവും മെയിൻ നമ്മളൊക്കെ എന്ത് പഠിക്കുന്നുണ്ട്, കോർപ്പറേഷൻ പഠിക്കുന്നുണ്ട്. കോർപ്പറേഷൻ പഠിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെ, ഏറ്റവും കൂടുതൽ ഒരു ജോലി സാധ്യതയുള്ള മേഖലയാണെന്ത്, കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് നോക്കാം. ദ ഇൻഡിവിജ്വൽ ലേൺ ബൈ എക്സ്പീരിയൻസ് ഗെയിൻഡ്
പ്രാക്ടിക്കൽ വർത്ത് ഓഫ് കോർപ്പറേഷൻ അല്ലേ. ഒരു ഇൻഡിവിജ്വലിന് ഒരുപാട് എക്സ്പീരിയൻസ് നേടാൻ കോർപ്പറേഷൻ സഹായിക്കും. അതുപോലെ തന്നെ ദർ ആർ മെനി കോർപ്പറേറ്റ് സ്കൂൾ കോളേജ് പ്രൊവൈഡ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ അല്ലെ. നമ്മുടെ സ്ഥാപനങ്ങൾക്ക് എന്ത് നൽകുന്നുണ്ട്? കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ 2 എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് ആണ് പറഞ്ഞത്. ഒന്ന് നമുക്ക് നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ സഹായിക്കും. മറ്റൊന്ന് നമ്മളുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ എന്ത് നൽകുന്നുണ്ട്? കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കോർപ്പറേഷൻ്റെ മീനിങ്, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കോട്ടിങ്സ്, ICA കോർപ്പറേഷൻ നൽകിയിട്ടുള്ള ഡെഫിനിഷന്, കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, ബെനിഫിറ്റ്സ്, ഇത്രയും ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്ത് ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് പഠിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ്. നമ്മൾ ഈ ഒരു പുതിയ പേപ്പർ പഠിക്കുമ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു പേപ്പർ ഉടനീളം നിങ്ങൾക്ക് ഈ ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യം വരും. ഓക്കെ, താങ്ക് യു.